നമസ്കാരം. കേരളത്തിൽ വന്നതുകൊണ്ട് രാഹുൽ ഗാന്ധി പിണറായി വിജയനെതിരെ സംസാരിക്കുന്നു. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കുന്നു. എന്തുകൊണ്ട് പിണറായി വിജയനെ ജയിലിലടയ്ക്കുന്നില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. BJPയെ വിമർശിക്കാൻ കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പിണറായി വിജയൻ പറയുന്നു. ഇങ്ങനെ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവർ തമ്മിൽ ഇങ്ങനെ വാഗ്വാദം നടത്തുമ്പോൾ, രാഷ്ട്രീയമായ പോര് നടത്തുമ്പോൾ സത്യത്തിൽ നമുക്കൊക്കെ ചിരിക്കാനാണ് തോന്നുന്നത്. എന്താണ് ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നതെന്നാണ്. രാജ്യത്ത് ഏറ്റവും വലിയ രാജ്യദ്രോഹികളും പിന്നെ നാടിനെ തകർക്കാൻ പോകുന്നു, ജനാധിപത്യത്തെ തകർക്കാൻ പോകുന്ന BJPക്കെതിരെ അണിനിരന്നിരിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. ഇന്ത്യ എന്ന് പറയുന്ന ഒരു സഖ്യമൊക്കെ ഉണ്ടാക്കി ഡൽഹിയിൽ അതിൻ്റെ വലിയ ഒരു പിന്നെ കിങ് മേക്കറൊക്കെ ആയിട്ട് യെച്ചൂരി ഓടി നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി രാജ്യം മുഴുവനും യാത്ര നടത്തിയും ജോഡോ യാത്ര നടത്തിയും അല്ലാതെയൊക്കെ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയെ ഇങ്ങനെ പിന്നെ വളർത്തിയെടുക്കാനും അതിനെ ഒരു മുന്നണിയായി കൊണ്ടുവരാനും വളരെയധികം പാടുപെടുമ്പോൾ ഇവിടെ ഇതാ കേരളത്തിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്. ഇതാരെ പറ്റിക്കാനാണ്? ജനങ്ങൾ ചോദിക്കുന്നത് ഇതാരെ പറ്റിക്കാനാണ്? കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്ക് വിഡ്ഢികളാണോ? കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്ക് മോശക്കാരാണോ? നിങ്ങൾ തമ്മിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ അടിപിടി ഉണ്ടാക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? കേന്ദ്രത്തിൽ ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ പ്രതിപക്ഷമാകണമെങ്കിൽ പ്രതിപക്ഷമാകുമ്പോൾ നിങ്ങൾ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? വേണ്ട, ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ NDA സഖ്യം തന്നെ അധികാരത്തിൽ വന്നു എന്ന് ഇരിക്കട്ടെ. നിങ്ങൾ പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. NDA സഖ്യം അധികാരത്തിൽ വരും, BJP തോറ്റ് തുന്നം പാടും, BJP താഴെ ഇറക്കും, NDA സഖ്യം മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. അങ്ങനെ NDA സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ BJP ഇപ്പോൾ കേരളത്തിൽ കിടന്ന് തമ്മിലടിക്കുന്ന ഇവർ, ഈ CPM-ഉം ഈ പിന്നെ കോൺഗ്രസും, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പിണറായി വിജയൻ്റെയും നിലപാട് എന്തായിരിക്കും? അപ്പോൾ മണ്ടന്മാരാകുന്നത് ആരാണ്? കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് വോട്ട് ചെയ്യുക എന്നതാണ്. ഒന്ന് കാര്യമായിട്ട് ചിന്തിക്കാൻ ഈ കേരളത്തിലെ ജനത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, ചിന്തിക്കാൻ അനുവദിക്കുകയുമില്ല. കാരണം ശരിയായി ചിന്തിക്കാനുള്ള ഒരു ആർജവം കേരളത്തിലെ ജനത ഇതുവരെയും കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ എന്തു വന്നാലും അതിനെ CPM കുത്തിത്തിരിക്കും. CPM കുത്തിത്തിരിക്കുന്നതോടുകൂടി ജനങ്ങളുടെ ചിന്തയിൽ അത് വല്ലാത്തൊരു മാറ്റം വരുത്തും. ഇപ്പോൾ തന്നെ ഞാൻ ഈ പറയുന്നത് നാട്ടിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല. എന്തുകൊണ്ട് പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ജയിലിലടയ്ക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത്. എത്രയോ കേസുകൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ട്. അന്വേഷണം, സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. മകൾക്കെതിരെയുള്ള ആരോപണങ്ങളും എക്സാലോജി കമ്പനിയുമായിട്ടുള്ള ബന്ധങ്ങളും അങ്ങനെ അതിൻ്റെ അഴിമതിയും ഒക്കെ ധാരാളമുണ്ട്. അങ്ങനെ ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് കേസുകളും ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഈ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല BJPക്കെതിരെ സംസാരിക്കാൻ എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അപ്പോൾ ഈ തമ്മിൽ തർക്കം നടക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ എത്ര പൊട്ടന്മാരാണെന്നാണ് ഇവർ ധരിച്ചു വച്ചിരിക്കുന്നത് എന്ന് തോന്നാതിരിക്കാൻ നിവർത്തിയില്ല. ഇത് അവിടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മുന്നണി ഇപ്പോൾ തന്നെ NDA സഖ്യം പ്രധാനമായിട്ടും പല സംസ്ഥാനങ്ങളിലില്ല. കേരളത്തിലില്ല, കർണാടകയിലില്ല, തമിഴ്നാട്ടിൽ മാത്രമാണ് ഒരു NDA സഖ്യം ഫലത്തിലെങ്കിലും ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. ബാക്കി ഒരു സംസ്ഥാനത്ത് NDA സഖ്യമില്ല. ബീഹാറിൽ NDA സഖ്യം ഇതുവരെ നേരെ ആയിട്ടില്ല. പശ്ചിമ ബംഗാളിൽ NDA സഖ്യം നേരെ വന്നിട്ടില്ല. കാശ്മീരിൽ NDA സഖ്യം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ തെലങ്കാനയിൽ NDA സഖ്യം നേരെ വന്നിട്ടില്ല. ആന്ധ്രാപ്രദേശിൽ NDA സഖ്യം നേരെ വന്നിട്ടില്ല. പരസ്പരം മത്സരിക്കുകയാണ് അവർ തമ്മിൽ. കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്നു മാത്രമല്ല പരസ്പരം അഴിമതി ആരോപണങ്ങളും ഗോഗോ വിളികളും പിന്നെ വൃത്തികേടുകളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഇവർ NDA സഖ്യം എന്ന് പറഞ്ഞു വരുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ വോട്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് പറയാൻ നമ്മൾക്ക് അവകാശമില്ല. പക്ഷേ കേരളത്തിലെ പൊട്ടന്മാരാക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് ഈ കോൺഗ്രസും ഈ പിണറായി വിജയനും തമ്മിലുള്ള ഈ മത്സരം സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ പറയാതെ, ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ വിഷയങ്ങൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറയും, എന്തുകൊണ്ട് പിണറായി വിജയനെ അകത്തിടുന്നില്ല എന്ന് പറയാതെ, ഇവിടെ സാധനങ്ങൾക്ക് വില കൂടിയില്ലേ, ഇവിടെ മാവേലി സ്റ്റോറുകളിൽ സാധനമുണ്ടോ, ഇവിടെ റേഷൻ കടകളിൽ നേരെ അരി കൊടുക്കുന്നുണ്ടോ, ഇവിടെ ആശുപത്രികളിൽ നേരെ മരുന്ന് കൊടുക്കുന്നുണ്ടോ എന്ന് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നില്ല?
എന്നാൽ ഈ പിണറായി വിജയൻ ഈ വലിയ വായിൽ വാർത്തമാനം പറയുമ്പോൾ ഇടതുണ്ടെങ്കിലേ രാജ്യമുള്ളൂ എന്ന്, അല്ലെങ്കിൽ ഇന്ത്യ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ പോലും നേരെ ചൊവ്വേ ഭരിക്കാൻ കഴിയാത്ത ഒരു സാധാരണ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ പോലും ഇല്ലാതെ ഈ നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കുന്ന രാവിലേക്ക് കൊടുക്കുന്ന സർക്കാർ സ്ഥാനം പോലും പൂട്ടേണ്ട അവസ്ഥ വന്നിരിക്കുന്ന ഈ സർക്കാരിന് എങ്ങനെയാണ് ഈ വലിയ ഭരണം നടത്താൻ കഴിയുമെന്ന് പറയുന്നത്? എന്തായാലും ഒരു കാര്യം, നിങ്ങൾ കേരളത്തിൽ വന്ന് ഈ പരസ്പരം ഈ ആരോപിക്കുന്നതുണ്ടല്ലോ, ഒന്ന് മനസ്സിലാക്കുക, കേരള ജനത അത്ര വിഡ്ഢികളല്ല, മണ്ടന്മാരല്ല.